കൊച്ചിയിൽ മാവോയിസ്റ്റ് പിടിയിൽ. തൃശൂർ വിയ്യൂർ സ്വദേശി മനോജിനെയാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പിടികൂടിയത്. എസ് ശരൺ തുടരുന്നുണ്ട്. ശരൺ, വിവരങ്ങൾ. ഈ വിയൂർ സ്വദേശിയായ മനോജിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് നേരത്തെ തന്നെ ATS കടന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നാലെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ATS സംഘം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മനോജിനെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാൾ കൊച്ചിയിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഈ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ബ്രഹ്മപുരത്ത് നിന്ന് ചില ആളുകളിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്തിരുന്നു. ഈ പണം കൈപ്പറ്റിയ ശേഷം മടങ്ങാനുള്ള ശ്രമത്തിനിടയിൽ കൂടിയാണ് ATS സംഘം ഇയാളെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇയാളുടെ അമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നതാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഇയാളെ കാണാനില്ല എന്നുള്ള പരാതി നൽകിയിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് തൻ്റെ മകനെ കാണാനില്ല, ഈ മാവോയിസ്റ്റ് സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ടെന്ന് ഉന്നയിച്ചുകൊണ്ട് കൂടിയാണ് ആ പരാതി നൽകിയിരുന്നത്. അതിന് പിന്നാലെയാണ് ATSന്റെ നിരീക്ഷണത്തിൽ ഇയാൾ വരികയും ചെയ്തിരുന്നത്. പിന്നീട് ATS അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് സംഘത്തിലെ അംഗമാണെന്നുള്ള കണ്ടെത്തലിലേക്കും എത്തിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇയാൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള രഹസ്യ വിവരം ATSന് ലഭിക്കുന്നത്. എന്തായാലും ATS ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലെ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വെച്ച് വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശരി.